കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണം ഇതാ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ഇന്നലെയൊക്കെ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ കോളേജിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്തി. ആ മാർച്ചൊക്കെ സംഘർഷഭരിതമാകുന്നതൊക്കെ കണ്ടു. എന്തായാലും നിതിൻ രാജിന്റെ മരണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. തിരുവനന്തപുരത്തെത്തിയ പോലീസ് സംഘം നിതിൻ രാജിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയൊക്കെ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അതുപോലെ തന്നെ കോളേജിലെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകൾ അത് വളരെ വേഗത്തിൽ തന്നെ കളക്ട് ചെയ്യുക തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള നീക്കങ്ങളും സജീവമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി വിജിൻ വായാന്തോടാണ് ചേരുന്നത്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ ജാതി അധിക്ഷേപത്തെ തുടർന്ന് നിതിൻ രാജ മരണപ്പെട്ടു. അതിൽ കൊലപാതകത്തിന്റെ സാധ്യത കൂടി പരിശോധിക്കണമെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടോ? ഏതൊക്കെ രീതിയിലുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്? ദിവ്യ, ഇന്നലെ വൈകിട്ട് ജിതിൻ രാജിന്റെ കുടുംബം DGPയെ കണ്ടിരുന്നു. കൂടുതൽ സമഗ്രമായ അന്വേഷണം വേണം, എല്ലാ വശങ്ങളും പരിശോധിച്ച് വേണം അന്വേഷണം എന്നുള്ള ആവശ്യമാണ് കുടുംബം DGPയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പ്രത്യേക അന്വേഷണം സംഘം രൂപീകരിച്ചാണ് നിലവിൽ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വശങ്ങളും സ്വാഭാവികമായും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും കണ്ണൂർ SP ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ പറയുന്നത്. ഇന്നലെ തന്നെ കോളേജിലും ഒപ്പം തന്നെ വീട്ടിലെത്തി മൊഴിശേഖരണം ഉൾപ്പെടെയുള്ളവ പോലീസ് നടത്തിയിട്ടുണ്ട്. അമ്മയുടെ മൊഴി ഇന്നലെ എടുക്കാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. നിലവിൽ കുറെ കാലം ആശുപത്രിയിലൊക്കെ ചികിത്സയിലായിരുന്നു ജിതിൻ രാജിന്റെ അമ്മ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി അമ്മയുടെ മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്. വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഈ ഡോക്ടർ റാം എന്നുള്ള അധ്യാപകനെതിരെയാണ് നിലവിൽ പ്രധാനമായും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരാതിയും മൊഴിയുമൊക്കെ നിലവിൽ നൽകിയിട്ടുള്ളത്. നിരവധി തവണ ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം, അത് ശാരീരികമായിട്ടുള്ള അധിക്ഷേപം, ഒപ്പം തന്നെ അല്ലാതെ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപമൊക്കെ ഈ ഡോക്ടർ റാം നടത്തുന്നു എന്നുള്ള പരാതിയാണ് വിദ്യാർത്ഥികൾ തുടർച്ചയായി നൽകിയിട്ടുള്ളത്. ശരീരത്തിന്റെയും നിറത്തിന്റെയും പേരിലാണ് വിദ്യാർത്ഥികളെ വിളിക്കുന്നത് പോലും എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നതായുള്ള പരാതിയാണ് നിലവിൽ ഉയർന്നിട്ടുള്ളത്. പരീക്ഷാ സമയത്ത് തൻ്റെ വേണ്ടപ്പെട്ടവരാണ് അധ്യാപകരായി ഡ്യൂട്ടിക്കെത്തുന്ന ആളുകൾ ഉണ്ടാവുക, തൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ തനിക്ക് പരിചയമുള്ളവരോ ആയിരിക്കും, തോൽപ്പിക്കും എന്നുള്ളതൊക്കെയുള്ള ഭീഷണിയാണ് ഡോക്ടർ റാമിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. റാമിനെതിരെ വലിയ പ്രതിഷേധം ഇന്നലെ DYFIയുടെയും KSUടെയും ഒക്കെ ഭാഗത്തുനിന്ന് കോളേജിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടന്ന ശേഷം അന്ന് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ഈ കോളേജിലെ അധ്യാപകരോ ഏതെങ്കിലും തരത്തിലുള്ള അധികൃതരോ ഈ മരണാനന്തര ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ എത്തിയില്ല. അന്ന് വിദ്യാർത്ഥികളും പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല. അത് കോളേജ് അധികൃതരുടെ ഭീഷണിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ തന്നെ കുടുംബം ആരോപിച്ചത്. ഒപ്പം തന്നെ പ്രതിഷേധക്കാരും ഒക്കെ ആരോപിച്ചത് അതേ നിലയിൽ തന്നെയാണ്. എന്തായാലും അതിനുശേഷമാണ് സഹപാഠികളായ വിദ്യാർത്ഥികൾ ഇന്നലെ ജിതിൻ രാജിന്റെ വീട്ടിലേക്ക് എത്തിയത്. അവരും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അത് കുറേ ആളുകൾ ഇക്കാര്യത്തിൽ തുറന്നു പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പഠനം അത് വഴിമുട്ടുമോ എന്നുള്ള ആശങ്കയാണ് നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ളത്. പക്ഷേ ഇന്നലെ 3 വിദ്യാർത്ഥികൾ നിലവിൽ മൊഴി നൽകിയിട്ടുണ്ട്. അവരും പറയുന്നത് ഇതേപോലുള്ള മോശമായ അനുഭവം തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നിലവിൽ പോലീസ് അന്വേഷണത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള അന്വേഷണം കൂടി നടക്കുന്നത്. നിലവിൽ ഈ ലോൺ ആപ്പ് വഴി മണി ആപ്പ് വഴി ജിതിൻ രാജ് ഒരു ലോൺ എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അത് ഈ സ്വകാര്യ ലോൺ ആപ്പാണ്. അവർ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്ന ചാറ്റും ഉൾപ്പെടെയുള്ളവ ഒക്കെ പോലീസ് നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോളേജിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അത് ശേഖരിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് നിലവിൽ പോലീസ് ഒരു ലോൺ ആപ്പ് തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു നിതിൻ രാജ എന്ന് തന്നെയാണ്. ഈ ലോൺ ആപ്പ് വഴി പണം കടം വാങ്ങിയിട്ടുണ്ട്. അത് അച്ഛൻ ഉൾപ്പെടെ, നിതിൻ രാജിന്റെ അച്ഛൻ ഉൾപ്പെടെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണല്ലോ അധ്യാപിക പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. കാരണം അവരെ ഉൾപ്പെടെ വിളിച്ച് ഈ ലോൺ ആപ്പിന്റെ പിന്നിലുള്ളവർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിൽ ഒരു പരാതി ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോലീസിന്റെ ഒരു നിഗമനം എന്താണ്? ഇത്തരത്തിൽ മറ്റ് പല കാരണങ്ങളും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ദിവ്യ, ഇക്കാര്യത്തിൽ നിതിൻ ഇങ്ങനെയൊരു മണി ആപ്പ് വഴി ലോൺ എടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് കുടുംബത്തിനും അറിയാമെന്നുള്ളതാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 15,000 രൂപയോളം ലോൺ എടുത്തിട്ടുണ്ട്. അത് ഭാര്യയുടെ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എടുത്തതാണ്. അത് കുടുംബത്തിനും അറിയാമായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് ഘട്ടം ഘട്ടമായി തിരിച്ചടച്ചിരുന്നു. പക്ഷേ പിന്നീട് അച്ഛന് ജോലിക്ക് പോകാൻ കഴിയാതെ, അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നതോടുകൂടിയാണ് ആ തിരിച്ചടവ് മുടങ്ങിയത് എന്നുള്ളതാണ്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള ഈ പണം അനാവശ്യമായി ചെലവ്
ചെലവഴിക്കുന്ന സ്വഭാവമൊന്നുമുള്ള ആളല്ല നിതിൻ രാജ് എന്നുള്ളതാണ് അച്ഛൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും ഈ ലോൺ ആപ്പ് വഴി പണം എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ സ്വകാര്യ ലോൺ ആപ്പുകൾ അത് ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ഒരു അവയർനെസ്സിനൊക്കെ വിധേയമാക്കേണ്ട വിഷയമാണ്. കാരണം ലോൺ ഏതെങ്കിലും തരത്തിൽ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ കോൺടാക്ട് ആക്സസ് അത് അലോ ചെയ്ത ശേഷമാണ് ലോൺ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ കോൺടാക്റ്റിൽ കയറി ബന്ധപ്പെടുന്ന ആളുകളെ അല്ലെങ്കിൽ ബന്ധുക്കളെ ഉൾപ്പെടെ വിളിക്കാനും അവരിലേക്ക് സമ്മർദ്ദം ചെലുത്താനും ഒക്കെ ഈ സ്വകാര്യ ലോൺ ആപ്പുകൾക്ക് കഴിയും. അങ്ങനെ അമ്മയുടെ നമ്പർ നിലവിൽ ശേഖരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മയുടെ നമ്പറിലേക്ക് നിരന്തരം കോൾ വന്നു. പക്ഷേ അമ്മ ചികിത്സയുമായി ബന്ധപ്പെട്ട ഫോൺ ഉപയോഗിക്കാതെ വന്നതോടുകൂടിയാണ് മറ്റൊരു നമ്പറിലേക്ക് ഈ സ്വകാര്യ ആപ്പിൽ നിന്ന് കോൾ പോകുന്നത്. സ്വകാര്യ ഏജൻസി ഫോൺ വിളിക്കുന്നത് അത് വലിയ തരത്തിലുള്ള ഭീഷണിയാണ്, ചെറിയ തരത്തിലുള്ള ഭീഷണിയല്ല. അത് ആ ഫോൺ കോളാണ് ഒരു ദിവസം രാത്രി പലതവണയായി ഈ അധ്യാപികയുടെ നമ്പറിലേക്ക് പോയത്. അമ്മയുടെ പേര് ലത എന്നാണ്. അതേ പേരിലുള്ള ഒരു അധ്യാപികയ്ക്ക് കോൾ പോയി എന്നുള്ളതാണ് നിലവിൽ പറയപ്പെടുന്നത്. അതിൽ പൂർണ്ണമായ വിശദീകരണം പോലീസാണ് നൽകേണ്ടത്. നിലവിൽ ആ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കോൾ വരുന്നു. അധ്യാപികയെ വളരെ മോശമായ നിലയിൽ ഈ സ്വകാര്യ ഏജൻസി ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് പുറത്തു പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഭീഷണി ഉണ്ടായി എന്നുള്ളതാണ്. ഇതൊരു പരാതിയായി പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് ഒക്കെ എത്തിയത്. അതിനുശേഷം അധിക്ഷേപം ഉണ്ടായി എന്നുള്ളതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട സംസാരമാണ് ഈ 1:30 മരിക്കുന്ന ദിവസം 1:30 പ്രിൻസിപ്പളുടെ റൂമിൽ നടന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം ഉള്ള ഈ അധിക്ഷേപങ്ങൾ, അത് വ്യക്തിപരമായ ജാതീയമായ അധിക്ഷേപങ്ങൾ ആ കോളേജിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അധിക്ഷേപത്തിന്റെ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൃത്യമായ തെളിവുകൾ കൂടി ലഭ്യമായി കഴിഞ്ഞാൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടുള്ള അധ്യാപകരുടെ അറസ്റ്റ് ഉൾപ്പെടെ ഉടൻ ഉണ്ടാകുമോ? അധ്യാപകർ നിലവിൽ എന്തായാലും ഒളിവിലാണ് ഉള്ളത്. അവരെ കണ്ടെത്താനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. അതിനപ്പുറം പോലീസ് ഇതിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്കാണ് നിലവിൽ പ്രാഥമികമായി അന്വേഷണത്തിൽ ആ തരത്തിലുള്ള ഒരു നീക്കമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപകർ ഒളിവിൽ പോയവരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ പോലീസ് കരുതുന്നത്. അത്തരം നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. എത്രയും പെട്ടെന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുക. അതിനൊപ്പം ഈ സ്വകാര്യ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ആപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അത് നിലവിൽ പോലീസിന് ഫോണിൽ നിന്നും ഒപ്പം തന്നെ മെയിലിൽ നിന്നുമൊക്കെ ചില ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ ശേഖരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒളിവിൽ പോയവരെ കണ്ടെത്താൻ ഇപ്പോൾ കഴിയാത്തത്. അല്ലെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം ആ വഴിക്ക് കൂടി പോലീസ് നടത്തേണ്ടതാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് പല കാരണങ്ങളിലേക്കുള്ള അന്വേഷണമാണ് നിലവിൽ നടത്തുന്നത്. ജാതീയമായ അധിക്ഷേപം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കേരളത്തിൽ ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള, അതായത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇത്തരം അധിക്ഷേപങ്ങൾ കൂടുതലായി വരുന്നത്. ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പലതുണ്ട്. അതിലാണ് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ പല വിദ്യാർത്ഥികളും പരാതി നൽകുന്നു എന്നുള്ളതാണ്, മൊഴി നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ ഗൗരവകരമായ കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ അവരുടെ അറസ്റ്റ് കൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറമുള്ള തെളിവ് ശേഖരണമാണ് നിലവിലിപ്പോൾ എന്തായാലും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.